بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد قال شيخ الإسلام محمد بن عبد الوهاب رحمه الله باب تفسير التوحيد وشهادة أن لا إله إلا الله تفسير التوحيد وشهادة أن لا إله إلا الله കഴിഞ്ഞ അധ്യായങ്ങളിൽ തൗഹീദിൻ്റെ ഫളലിനെ കുറിച്ച് അതുപോലെ തൗഹീദ് കൊണ്ട് അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കും എന്നതിനെക്കുറിച്ച് തൗഹീദ് പൂർത്തിയാക്കിയ ഒരാൾ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, അതുപോലെ തന്നെ തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമോ ശിർക്കിൽപ്പെട്ടു പോകുമോ എന്ന ഭയം ഖൗഫ് ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് തൗഹീദിലേക്കുള്ള ദഅവത്തിനെ കുറിച്ച് ഒക്കെ നമ്മൾ വായിച്ചു. അടുത്തതായി ആറാമത്തെ ബാബ് തഫ്സീറുത്ത് തൗഹീദ്. ഇത്രയും പറഞ്ഞ ഈ വിഷയം, ഇത്രയും മഹത്വമുള്ള ഈ ആശയം അതെന്താണ്, അതിന്റെ വിശദീകരണം. വശഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ ആശയം എന്താണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്. വഖൗലുല്ലാഹി തആല, ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒന്നാമത് ഈ ആയത്താണ്. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബു എന്നുള്ള ആയത്ത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ മഅബൂദാത്ത്, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാർ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, മലായിക്കത്ത്, ഇവരൊക്കെയാണ് മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നത്, അവരൊക്കെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അവരുടെ അവസ്ഥ എന്താണ്? ഈ ഔലിയാക്കളും സ്വാലിഹീങ്ങളും തന്നെ യഥാർത്ഥത്തിൽ ഉലൈക, അവർ അല്ലദീന എങ്ങനെയുള്ളവരാണ്? യദ്ഊന പ്രാർത്ഥിക്കുന്നവരാണ്. ആരെ വിളിച്ചാണോ മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുന്നത് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, തങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാൻ ഉള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യുഹും അഖറബ്, അവരിൽ ആരാണ് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തത് എന്ന് അവരന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖൗലുഹു, അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും ഖൗമിനോടും പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവയിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളുമായി എനിക്ക് ബന്ധമില്ല. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനൊഴികെ അവൻ എനിക്ക് സന്മാർഗം കാണിച്ചു തരും. വഖൗലുഹു, അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അഹ്ലുൽ കിതാബ് യഹൂദികളും നസ്രാനികളും അവർ തങ്ങളുടെ പുരോഹിതന്മാരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കിയിരിക്കുന്നു. ഈ ആയത്തുകളുടെ ആശയം, അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന ഫായിദകൾ നമ്മൾ ഇനി പറയും ഇൻഷാ അല്ലാഹ്. വഖൗലുഹു തആല, അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, ജനങ്ങളിൽ ചിലർ അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിച്ചിരിക്കുന്നു, പങ്കാളികളെ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ഈ വിഗ്രഹങ്ങളെ, പങ്കുകാരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു. വഫി സഹീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, സഹീഹ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബുഖാരിയിൽ അല്ലെങ്കിൽ മുസ്ലിമിൽ അല്ലെങ്കിൽ ഈ രണ്ട് കിതാബുകളിലുമായി വന്ന ഹദീസ് ആയിരിക്കും. അതിനെക്കുറിച്ചാണ് ഫി സഹീഹ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ തൊട്ട് നിഷേധിക്കുകയും ചെയ്തത്, അവയെ നിഷേധിക്കുകയും ചെയ്തത്, ഹറുമ മാലുഹു വദമുഹു, ഹറുമ മാലുഹു വദമുഹു, അവന്റെ രക്തവും സമ്പത്തും നിഷിദ്ധമാണ്. പിന്നെ വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അവന്റെ വിചാരണ അള്ളാഹുവിന്റെ ബാധ്യതയാകുന്നു, അവനാകുന്നു പിന്നീട് ഹിസാബ് നടത്തുക. ഇത്രയും ആയത്തുകളും ഹദീസുകളും, 4 ആയത്തുകളും സ്വഹീഹായ ഒരു ഹദീസുമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, മഅബൂദായി, ആരാധ്യനായി അവകാശമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്, ആരാധ്യനാവാൻ അവകാശമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം. അത് ഈ ആയത്തിൽ നിന്ന് എവിടെ നിന്നാണ് മനസ്സിലാകുന്നത്? അത് ഒന്നാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മക്കയിലെ മുശ്രിക്കുകൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ തന്നെ അള്ളാഹുവിനോട് സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ദുആ ചെയ്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.
അപ്പോ ഇന്ന് പല ആളുകളും വിശ്വസിക്കുന്നത് പോലെ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ പോലെ വേറൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അള്ളാഹു തആല ഇങ്ങനെ പറയുകയില്ല, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ അവരല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ്, അത് നിങ്ങൾ ഓർക്കാത്തത് എന്താണ്? ഈ മലായിക്കത്ത് അതുപോലെ അമ്പിയാക്കൾ അവരാണല്ലോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അവർ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച നിരവധി സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ അവരാരാധിക്കുന്നത് അള്ളാഹുവിനെ പോലെ വേറെ റബ്ബുകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് റബ്ബ്, അവനാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് തൗഹീദായില്ല. നേരെ മറിച്ച് അവനെ മാത്രമായിരിക്കണം ആരാധിക്കുന്നത്, അവനോട് മാത്രമായിരിക്കണം ദുആ ചെയ്യുന്നത്. അതാണ് തൗഹീദിന്റെ അർത്ഥം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ടാമതായി ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ അവർ അള്ളാഹുവിനോടാണ് അവരുടെ എല്ലാ ആവശ്യങ്ങളും ഉന്നയിക്കുക. കാരണം നമുക്കറിയാം മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു, ഔലിയാക്കളെയായിരുന്നു. ലാത്ത എന്ന് പറയുന്നത് അവർക്ക് ഹജ്ജിന് സേവനം ചെയ്തിരുന്ന ഒരാളായിരുന്നു, ഹാജിമാർക്ക് വെള്ളം കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അവർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച്, അതുപോലെ അമ്പിയാക്കളെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈസാ അലൈഹിസ്സലാം, അതുപോലെ ഉസൈർ അലൈഹിസ്സലാം, ഇവരൊക്കെ യഹൂദികളും നസ്രാനികളും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഇവരൊക്കെ അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോടാണ് അവർ പറയുന്നത്. അതും ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളെല്ലാം അവർ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, ഞാൻ വിളിക്കുന്നത് മുശ്രിക്കുകളെ പോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളെല്ലാം ഞാൻ വിളിക്കുന്നത്, അതേമറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കുള്ളൊരു മറുപടി ഈ ആയത്തിലുണ്ട്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാൻ മക്ക മുശ്രിക്കുകളോട്, നിങ്ങൾ ആരാധിക്കുന്നവർ നല്ല ആൾക്കാരാണ്, മോശക്കാരായതുകൊണ്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ചതും അവരെ കാഫിറാക്കിയതും. ഇന്ന് പല ആളുകളും ഇതേ വാദമാണ് പറയുന്നത്, മക്ക മുശ്രിക്കുകളുടെ അതേ വാദം. എന്താണ്? നിങ്ങൾ എന്താണ് മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, മുഹീദ്ദീൻ ഷേഖ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളല്ലേ? മുഹീദ്ദീൻ ഷേഖ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണ്. അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് അമ്പിയാക്കൾ. ഈസാ അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാം, അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പ് കിട്ടിയിട്ടുള്ള ആളുകളാണ്. മുഹീദ്ദീൻ ഷേഖിന്റെ കാര്യത്തിൽ അങ്ങനെ ഉറപ്പില്ല. അദ്ദേഹം ഒരു ആലിമാണ്, മഹാനാണ്, അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ. പക്ഷേ ഉറപ്പുള്ള ഈ സ്വാലിഹീങ്ങളായ ആളുകൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ അള്ളാഹു തആല ഇവിടെ എതിർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്, സഹായം തരുന്നത് ഒരു സ്വാലിഹിനോടാണ്, നല്ല മനുഷ്യനോടാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, തൗഹീദിന്റെ വിഷയത്തിൽ ഒരാളുടെ തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ ഷിർക്കിനോടുള്ള വിരോധം, ഷിർക്കിൽ നിന്നുള്ള ബറാഅത്ത് ആവശ്യമാണ്, അല്ലെങ്കിൽ അവന്റെ തൗഹീദ് പൂർത്തിയാവുകയില്ല. ഒരാൾ പറയാൻ ഞാൻ അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ഇബാദത്ത് ചെയ്യുകയുള്ളൂ, പക്ഷെ ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോളട്ടെ, അവരും ഞാനുമായിട്ട് ഒരു തർക്കത്തിന് ഞാനില്ല, അവരുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം, ഞാൻ അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊരാൾ പറഞ്ഞു നിൽക്കട്ടെ. അവൻ ജീവിതത്തിൽ വേറെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഇബാദത്ത് ചെയ്തിട്ടില്ല, പക്ഷെ മറ്റുള്ള ആളുടെ കാര്യത്തിൽ എന്തിനാണ് ഞാൻ തലയിടുന്നത്? ഓരോരുത്തർക്കും അവനവന്റെ മതം എന്നൊരാൾ പറഞ്ഞാലോ അവൻ മുസ്ലിമല്ല, അവൻ തെറ്റുപറ്റി എന്നല്ല പറയുന്നത്, അവൻ പിന്നെ മുസ്ലിമല്ല. അതാണ് ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ വാക്ക്, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം തന്റെ ഉപ്പയോടും കൗമിനോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്നത് ആരാധിച്ചോ, ഞാൻ ആരാധിക്കുന്നത് ഞാനും ആരാധിച്ചോളാം എന്നല്ല പറഞ്ഞത്. ഇന്നനി ബറാഉം മിമ്മ തഅബുദൂൻ, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധ്യ വസ്തുക്കളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ. കാരണം അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട് മുശ്രിക്കുകൾ, അവര് മുശ്രിക്കാണല്ലോ, അള്ളാഹുവും അള്ളാഹു അല്ലാത്തവർ രണ്ടിനെയും അവർ ആരാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അള്ളാഹിനെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവരും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ ഫഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് ഹിദായത്ത് നൽകുന്നവനാണ്, അവനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. അപ്പോ ഒരാളുടെ തൗഹീദ് പൂർത്തിയാക്കണമെങ്കിൽ എന്ത് വേണം? അൽ കുഫ്റു ബിത്താഗൂത്ത്, താഗൂത്തുകളെ നിഷേധിക്കണം. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ആളുകൾ എന്തൊക്കെ വസ്തുക്കൾ ആരാധിക്കുന്നുണ്ടോ അതുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല എന്ന് അവൻ വ്യക്തമാക്കണം. വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കുന്ന ആളുകളോട് പോയിട്ട് നേരിട്ട് പറയണോ? നേരിട്ട് പറയണമെന്നില്ല,
പക്ഷെ നമ്മൾ ഇവയൊന്നും ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നത് ബാത്തിലാണ്, അബദ്ധമാണ് എന്ന് വാദിക്കുന്നുണ്ട് എന്ന് അവരറിയണം. നേരിട്ട് പോയി പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ കുറിച്ച് അവരറിയണം. ഇവൻ ഇതിനൊക്കെ എതിരാണ്, ഷിർക്കിനെതിരാണ് എന്ന കാര്യം മുശ്രിക്കുകൾ അറിയണം. ഇല്ലെങ്കിൽ നമ്മുടെ തൗഹീദ് പൂർത്തിയല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഈ ആയത്ത്, മൂന്നാമതായി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ആയത്ത്, ഈ ആയത്തുകളിലൂടെ തൗഹീദ് എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞത് എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് മാത്രമുള്ള റബ്ബ് എന്ന് വിശ്വസിക്കലല്ല. ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സ്വാലിഹ്യങ്ങളെയാണ് എന്ന് പറഞ്ഞാൽ തൗഹീദ് ശരിയാവില്ല. അത് ഒന്നാമത്തെ ആയത്തിൽ മനസ്സിലായി. രണ്ടാമത്തെ ആയത്തിൽ നിന്ന് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാലും ഷിർക്കുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കുന്നത് വരെ അവന്റെ തൗഹീദ് പൂർത്തിയായിട്ടില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത ആയത്തിൽ, മൂന്നാമത്തെ ആയത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവരെന്ത് ചെയ്തു? അഹ്ലുൽ കിതാബിനെ കുറിച്ചാണ് പറയുന്നത്. അവര് അവരുടെ അഹ്ബാറിനെയും റുഹ്ബാനെയും റബ്ബുകളാക്കി. അഹ്ബാർ എന്ന് പറഞ്ഞാൽ ഹിബ്ർ എന്നുള്ളതിന്റെ ജമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനെ കുറിച്ച്, യഹൂദികളെയും നസ്രാനികളെയും കുറിച്ച് പറയുകയാണ്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവർ അവരുടെ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ ഉബാദുകളായി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആബിദീങ്ങളായ ആളുകളെയും എന്താക്കി? റബ്ബുകളാക്കി മാറ്റി. ഈ ആയത്തിന്റെ പരിഭാഷ സാധാരണ പറയാറുള്ളത് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും. പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്താ വ്യത്യാസം? അല്ലാഹു അല്ല, എനിക്കറിയില്ല. ഇത് രണ്ടും ഒരേ വർഗം തന്നെയാണ്. ഇൽമുള്ള ആളുകൾ, അതാണ് പണ്ഡിതന്മാര്. പുരോഹിതന്മാരെന്നുള്ള വാക്ക് ആ ഇൽമു ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ്. പക്ഷെ ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഹിബ്ർ എന്ന് പറഞ്ഞാൽ ആലിം എന്നാണ് അർത്ഥം. റാഹിബ് എന്ന് പറഞ്ഞാൽ ആബിദ്, കൂടുതൽ ഇൽമില്ലെങ്കിലും ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാണ് റാഹിബ് എന്ന് പറയുന്നത്. ആബിദ് എന്നുള്ള അർത്ഥം. റാഹിബിന്റെ ജമാണ് റുഹ്ബാൻ, ഹിബ്റിന്റെ ജമാണ് അഹ്ബാർ. അപ്പോൾ അഹ്ലുൽ കിതാബിൽ നമുക്കറിയാം യഹൂദികളും നസ്രാനികളുമാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. യഹൂദികളുടെ കൂട്ടത്തിൽ അഹ്ബാറുകളായിരുന്നു കൂടുതൽ, അറിവുള്ള ആളുകൾ കൂടുതലായിരുന്നു, ഇൽമ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അവരെ കുറിച്ച് ഗൈറുൽ മഗ്ദൂബി അലൈഹിം, അൽ മഗ്ദൂബു അലൈഹിം എന്നാണ് അവരെ വിളിച്ചത്. അള്ളാഹുവിന്റെ കോപം കിട്ടിയ ആളുകൾ, അള്ളാഹു കോപിച്ചവർ. അള്ളാഹു കോപിക്കാനുള്ള കാരണം ഇൽമുണ്ടായിട്ട് അവർ അമൽ ചെയ്തില്ല. എന്നാൽ നസ്രാനികളുടെ കൂട്ടത്തിൽ റുഹ്ബാൻ ആയിരുന്നു കൂടുതൽ, അവരുടെ കൂട്ടത്തിൽ സന്യാസം സ്വീകരിച്ച ആളുകളായിരുന്നു കൂടുതൽ. വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹ മാ കതബ്നാഹ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹി. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു തആല കൽപ്പിക്കാത്ത ഒരു കാര്യം, വിവാഹ ജീവിതം ഒക്കെ ഒഴിവാക്കി സന്യാസ ജീവിതം നയിക്കാനുള്ള തീരുമാനമെടുത്തു അവർ എന്ന് അള്ളാഹു തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദികളും നസ്രാനികളും എന്തു ചെയ്തു? അവരുടെ ഈ പണ്ഡിതന്മാരെയും ഈ ആബിദീങ്ങളെയും അവർ റബ്ബുകളാക്കി മാറ്റി. ഇവിടെ റബ്ബുകളാക്കി മാറ്റി എന്നതിന്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി പറഞ്ഞു, ഞങ്ങൾ അവരെ ഇലാഹുകളാക്കിയിട്ടില്ലല്ലോ, ഞങ്ങൾ അള്ളാഹുവിനെ തന്നെ ആയിരുന്നല്ലോ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളത്. ഇസ്ലാം സ്വീകരിച്ച അഹൽ കിതാബുകാരനായിരുന്ന ഒരു സഹാബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഹലാലാക്കിയത് നിങ്ങൾ ഹലാലാക്കുമായിരുന്നില്ലേ? അവരൊരു കാര്യം ഹറാം എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ സഹാബത്ത് അവരുടെ ഒരു രീതിയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്കാലുണ്ടായാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, സഹാബത്തിന്റെ ജീവിതത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ചോദ്യങ്ങളും ചോദിച്ചതായി കാണാൻ സാധിക്കും. രണ്ട് നസ്സുകൾ തമ്മിൽ, രണ്ട് പ്രമാണങ്ങൾ തമ്മിൽ ഒരു വൈരുദ്ധ്യം തോന്നിയാൽ, വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല ഒരിക്കലും, അങ്ങനെ ഒരു വൈരുദ്ധ്യം തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുമായിരുന്നു. ഒരു ഹദീസ് പറയുമ്പോൾ മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് അവർ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഹദീസ് പറയുമ്പോൾ ഒരു ആയത്ത് ഇങ്ങനെ ഇല്ലേ എന്ന് പല സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി കാണാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും ഒരു സഹാബി ഒരു ആയത്തോ ഹദീസോ കേൾക്കുമ്പോൾ ഇത് ബുദ്ധിക്കെതിരാണല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചതായി എവിടെയും കാണാൻ സാധിക്കില്ല. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്, കാഫിറുകളുടെ സ്വഭാവമാണ്, ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല. കാരണം ബുദ്ധി അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഖുർആനും സുന്നത്തും അതിൽ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം. നമ്മൾ കീഴൊതുങ്ങിയിരിക്കുന്നു അള്ളാഹുവിനും അവന്റെ റസൂലിനും. അതുകൊണ്ട് ഒരു സഹാബി, നിങ്ങൾ സഹീഹോ ദഈഫോ ആയ കഥ പോലും കേൾക്കാൻ സാധിക്കുകയില്ല. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഈ ഹദീസ് അല്ലെങ്കിൽ ഖുർആനിലെ ഇന്ന ആയത്ത് ഇത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം എവിടെയും കാണാൻ സാധിക്കുകയില്ല. അത് അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, നേരെ മറിച്ച് ബുദ്ധി അതിന്റെ പരിധി എന്താണെന്ന് അറിയാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
അപ്പൊ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അവരെ ആരാധിച്ചു അല്ലെങ്കിൽ അവരെ റബ്ബാക്കി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ യഹൂദിയായിരുന്ന കാലത്ത് അല്ലെങ്കിൽ നസ്രാനിയായിരുന്ന കാലത്തും പണ്ഡിതന്മാരെ ആരാധിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്ന് ഈ സ്വഹാബി ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത്, അവർ ഹലാലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഹലാലാക്കും, അവർ ഹറാമാക്കിയത് ഹറാമാക്കും, അതാണ് ഇബാദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? തൗഹീദ് എന്ന് പറഞ്ഞാൽ വിശാലമാണ് എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ദുആ മാത്രമല്ല, നേരെ മറിച്ച് ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള അധികാരം അത് അള്ളാഹുവിന്റെ അധികാരമാണ്. തശ്രീഅ് എന്നാണ് അതിന് പറയാ. അം ലഹും ശുറകാഉ ശറഉ മിനദ്ദീനി മാ ലം യഅദൻ ബിഹില്ലാഹ്. അള്ളാഹു അനുവദിക്കാതെ, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ ഹലാലും ഹറാമും ഒക്കെ തീരുമാനിക്കാൻ വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന് അള്ളാഹു തആല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനുള്ള ഹക്കുകളാണ് സുജൂദ്, അതുപോലെ ഖിയാം, അതുപോലെ തന്നെ ദുആ, നദ്ർ, നേർച്ച, ബലികർമ്മം, ദബ്ഹ്, ഇങ്ങനെ അള്ളാഹുവിന്റെ ഹക്കുകളായ കാര്യങ്ങളിൽ പെട്ടതാണ് തശ്രീഅ് എന്നുള്ളത്. നിയമമുണ്ടാക്കുക, നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത്. അത് ഒരു മനുഷ്യനും ഒരു സഭക്കും ഒരു കമ്മിറ്റിക്കും അതിന് അധികാരമില്ല. എന്നാൽ അള്ളാഹു തആല മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള മേഖലകളുണ്ട്. അതിനെക്കുറിച്ചല്ല ചർച്ച. അതിനെക്കുറിച്ച് മനുഷ്യർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകാറില്ല. അതെന്താണ്? അത് കാലത്തിനനുസരിച്ച് മാറും. ഉദാഹരണത്തിന് റോഡിൽ വലതുവശത്തൂടെ നടക്കണോ ഇടതുവശത്തൂടെ നടക്കണോ, ഇത് അള്ളാഹു തആല ശറഅയിൽ നിയമം ഇറക്കിയിട്ടില്ല അതിനെക്കുറിച്ച്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശരീഅത്ത് ഉള്ള വിഷയങ്ങൾ, ആ ശരീഅത്ത് വിശാലമാണ്. ശരീഅത്ത് ഇബാദത്തുകൾ മാത്രമല്ല, ഇബാദത്താവട്ടെ, കച്ചവടമാകട്ടെ, വിവാഹമാകട്ടെ, ത്വലാഖാവട്ടെ, ഇങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ വന്നിട്ടുള്ള മേഖലകളിൽ ആ വിഷയങ്ങളിൽ മാറ്റം വരുത്താനോ പുതിയൊരു നിയമം കൊണ്ടുവരാനോ മനുഷ്യന് അള്ളാഹു അവകാശം കൊടുത്തിട്ടില്ല. ആ അവകാശം ഒരാൾക്ക് വകവെച്ചു കൊടുത്താൽ അവൻ അതോടുകൂടി മുശ്രിക്കായി. അങ്ങനെയുള്ള അവകാശം ഒരാൾക്ക് വകവെച്ചു കൊടുത്താൽ അവൻ മുശ്രിക്കായി. കാരണം അള്ളാഹുവിന്റെ തശ്രീഅ് എന്ന് പറയുന്ന ഹക്കിൽ അവൻ പങ്കു ചേർത്തിരിക്കുന്നു. അൽ ഹാക്കിം എന്ന അള്ളാഹുവിന്റെ ഇസ്മിൽ അവൻ പങ്കു ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ശിർക്കാവും. എന്നാൽ ഇതിലൊരു വിശദീകരണമുണ്ട്. ഒരാൾ അള്ളാഹുവിന്റെ നിയമമല്ലാത്ത മറ്റൊരു നിയമത്തെ അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ നിയമനിർമ്മാണം നടത്തുന്ന ഒരാളെ അനുസരിച്ചാൽ അതോടുകൂടി അവൻ മുശ്രിക്കാകുമോ? അതിലൊരു തഫ്സീലുണ്ട്, ഒരു വിശദീകരണമുണ്ട്. എന്താണ്? രണ്ട് വിധത്തിലായിരിക്കും ആളുകൾ ഇങ്ങനെ നേതാക്കന്മാരെ പിന്തുടരുന്നത്. അവരുടെ നേതാക്കന്മാരെയോ ഭരണാധികാരികളെയോ പണ്ഡിതന്മാരെയൊക്കെ പിന്തുടരുന്നത് രണ്ട് രൂപത്തിലായിരിക്കും. ഒരു രൂപം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ ഉണ്ടാക്കിയ നിയമം അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാണ്. ഇപ്പൊ ഇസ്ലാമിൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, വ്യക്തമായി ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്? പുരുഷന്റെ പകുതിയാണ് സ്ത്രീകളുടെ സ്വത്ത്. മൊത്തത്തിലല്ല. ഇതിനെതിരായിട്ട് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മീറാസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഒരുപോലെ കിട്ടുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ മകന് കിട്ടുന്നതിന്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുന്നത്. വലിദ്ദക്കരി മിസ്ലു ഹള്ളുൽ ഉൻസയൈൻ, രണ്ട് പെൺമക്കളുടെ ഓഹരിയാണ് ആണിനുള്ളത്. ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരാളിൽ മാറ്റം വരുത്തി. ആണും പെണ്ണും തമ്മിൽ എങ്ങനെ വ്യത്യാസം? രണ്ടും മനുഷ്യനല്ലേ. അതുകൊണ്ട് രണ്ടുപേർക്കും തുല്യ ഓഹരി എന്നൊരാൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു നിയമം ഒരാൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് നിയമം. ഇവിടുത്തെ മതേതര നിയമം അങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് മുസ്ലിം വ്യക്തി നിയമമുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് പിന്തുടരാം, താല്പര്യമില്ലാത്തവർക്ക് ഇവിടുത്തെ പൊതു നിയമം പിന്തുടരാം. ഈ നിയമം ഉദാഹരണം ആയി നമുക്ക് ചിന്തിക്കാം. ഒരാൾ ഈ നിയമത്തെ അനുസരിക്കുന്നു. ഇവിടെയുള്ള സെക്കുലർ നിയമം ഒരാൾ പിന്തുടരാൻ തീരുമാനിച്ചു. നമുക്ക് സ്വത്ത് ഒരുപോലെ വീതിക്കാമെന്ന് വീട്ടിലെ മക്കളും ആങ്ങളമാരും പെങ്ങന്മാരും കൂടി തീരുമാനിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ രണ്ട് അവസ്ഥകളുണ്ട്. ഒന്നുകിൽ അവർ ആ തീരുമാനിച്ചത് ഇസ്ലാമിന്റെ ഈ നിയമത്തെ തള്ളിക്കൊണ്ട്, ആരാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ വ്യത്യാസം ഉണ്ടാക്കിയത്, ഇവരെ കൊന്നല്ലേ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് കുഫറാണ്. നേരെ മറിച്ച് അവരുടെ ഹവ, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കറിയാം, അത് തന്നെയാണ് ശരി എന്ന് നമുക്കറിയാം. പക്ഷെ ഈ ചെയ്യുന്നത് അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഇപ്പൊ സ്ത്രീകളുടെ കയ്യിലാണ് അധികാരം കിട്ടിയത്. അപ്പോ ആ അധികാരം അവരങ്ങനെ അവരുടെ ഹവക്കനുസരിച്ച് അവർ നടപ്പിലാക്കിയതാണ്. കൂട്ടത്തില് സാമർത്ഥ്യം കൂടിയത് പെൺമക്കളാണ്, അതുകൊണ്ട് അവരങ്ങനെ നടപ്പിലാക്കി. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതൊരു വൻപാപമാണ്, കുഫറിന്റെ താഴെയാണെന്ന് മാത്രം. ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല, പക്ഷേ അത് വലിയ പാപമാണ്. അപ്പൊ ഈ ആദ്യത്തെ നിലക്കുള്ള തശ്രീഅ്, അതായത് ഇസ്ലാമിലെ നിയമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ നിയമം ശരിയല്ല, അത് ഈ കാലത്തിന് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് അനീതിയാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് ഒരു പുതിയ നിയമം ഒരാൾ ഉണ്ടാക്കുകയോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു നിയമത്തെ തൃപ്തിപ്പെടുകയോ പിന്തുടരുകയോ ഒക്കെ ചെയ്താൽ അതോടുകൂടി അത് കുഫറാണ്, ഷിർക്കാണ്. അപ്പോ അങ്ങനെയുള്ള ഹക്ക്, തശ്രീഇന്റെ ഹക്ക്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കണം. അതും തൗഹീദിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ബാബിൽ
അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള അടുത്ത ആയത്ത് നമ്മൾ വായിച്ചതാണ്. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹബ്ബില്ലാഹ്. മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായിട്ട് അള്ളാഹു പറഞ്ഞതാണ്. അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കും, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ചില പങ്കാളികളെ നിശ്ചയിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? യുഹിബ്ബൂനഹും കഹബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിനെ പോലെ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് ശിർക്കാണ് എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിനെ പോലെ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ തൗഹീദിന്റെ ഒരു ഭാഗമാണ് സ്നേഹം എന്നുള്ളത്. അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ്. തൗഹീദിന്റെ വിശാലതയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. തൗഹീദിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, തൗഹീദിന്റെ അടിസ്ഥാനമാണ് അള്ളാഹുവിനെ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന കാര്യം. ഇത് വലിയ ഒരു വിഷയമാണ്, നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ മനസ്സിലുള്ള ഹുബ്ബ് ആരോടാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാളുടെ മനസ്സിലുള്ള ഹുബ്ബാണ് മുഹർരിക്. മുഹർരിക് എന്ന് പറഞ്ഞാൽ എൻജിൻ എന്നുള്ളതിന് ഇപ്പൊ അറബിയിൽ മുഹർരിക് എന്ന് ഉപയോഗിക്കാം. ഒരാളുടെ എൻജിനാണ്, അവനെ പ്രവർത്തിപ്പിക്കുന്ന അടിസ്ഥാനമാണ് ഹുബ്ബ് എന്ന് പറയുന്നത്. എന്തിനോടാണോ നിങ്ങൾക്ക് സ്നേഹം, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുക. ഒരാൾക്കും നിങ്ങൾ നന്നാക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ മനസ്സിലെ ഹുബ്ബ് അതിൽ മാറ്റം വരാതെ നിങ്ങളുടെ പ്രവൃത്തികൾ മാറുകയില്ല. അത് വളരെ അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ ഹുബ്ബ് എന്തിനോടാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പെരുമാറ്റം. അപ്പൊ ഏറ്റവും വലിയ ഹുബ്ബ് അള്ളാഹുവിനോടായിരിക്കണം. അത് തൗഹീദിന്റെ ഭാഗമാണ്. അങ്ങനെയല്ലാതെ അള്ളാഹുവിനെ പോലെ മറ്റു വല്ലതിനെയും ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണ്. അവൻ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിച്ചവനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. മുശ്രിക്കുകൾ അള്ളാഹുവിനെ സ്നേഹിക്കാത്തവരല്ല, അവർക്ക് അള്ളാഹുവിനോട് ഹുബ്ബുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ. ചില മുശ്രിക്കുകൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? യുഹിബ്ബൂനഹും, അവരുടെ ഈ പങ്കാളികളെ, ഈ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഈ മഹാന്മാരെ അവർ സ്നേഹിക്കുന്നു. കഹബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ എന്ന് പറഞ്ഞല്ലോ. അപ്പോ വളരെ അറിയപ്പെട്ട കാര്യമാണ് ഓരോ മുശ്രിക്കും അവന്റെ ഇലാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇല്ലേ, നമ്മൾ കാണുന്നില്ല, ഞങ്ങളുടെ ഇലാഹുകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞാലൊക്കെ അവരെന്ത് ചെയ്യും? അള്ളാഹിനെ തെറി പറയാൻ വരെ അവര് റെഡിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, വലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. ബിംബാരാധകരുടെ ബിംബങ്ങളെ കുറിച്ച് അവരുടെ മുമ്പിൽ വെച്ച് തെറി പറയരുത്. അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, അല്ലാതെ പറയുന്നതിന് കുഴപ്പമില്ല. അവരുടെ മുമ്പിൽ വെച്ച് അതിനെ കുറ്റപ്പെടുത്തരുത്. എന്തുകൊണ്ടാണ്? ഫയസുബ്ബുല്ലാഹ്, അവർ അള്ളാഹുവിനെ തിരിച്ചു തെറി പറയും. അത്രമാത്രം അവർക്ക് അവരുടെ വിഗ്രഹങ്ങളോടും അവരുടെ ആരാധ്യ വസ്തുക്കളോടും ഹുബ്ബുണ്ട്, അങ്ങേയറ്റത്തെ ഹുബ്ബുണ്ട്. അപ്പൊ അള്ളാഹു തആല ഇവിടെ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനെ പോലെ അവർ ഈ വിഗ്രഹങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും അവർ സ്നേഹിക്കുന്നു. അപ്പൊ അള്ളാഹുവിനോട് അവർക്ക് ഹുബ്ബുണ്ട്. ഇത് വലിയൊരു ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. മുശ്രിക്കുകളായ ആളുകൾ, നരകത്തിൽ എന്നെന്നും കഴിയുന്ന ആളുകൾ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമില്ലെങ്കിലോ? അത് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. തൗഹീദിന്റെ അടിത്തറയാണ് അള്ളാഹുവിനുള്ള ഹുബ്ബ്. അതുള്ളവരായിരുന്നു മുശ്രിക്കുകൾ. പക്ഷേ അത് വേണ്ട അളവിലുണ്ടായില്ല, വേണ്ട രൂപത്തിലുണ്ടായില്ല. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചതുപോലെ മറ്റുള്ള വിഗ്രഹങ്ങളെയും അവർ ആരാധിക്കുന്ന വസ്തുക്കളെയും അവർ സ്നേഹിച്ചു. അതുകൊണ്ട് അവരുടെ ഈ ഹുബ്ബിന് വിലയില്ലാതായി. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ പ്രേമം എന്ന് പറയുന്ന സംഗതി, ഹറാമായ രീതിയിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, അതിന്റെ ഗൗരവം വളരെ കൂടുതലാണ്. ഇബ്നു തൈമിയ്യ പറയുന്നു, ഇങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങൾ ഒരു പക്ഷേ അത് തുടർന്നു പോയാൽ വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റം ഈ പ്രേമത്തിനുണ്ടാകും. ചില ആൾക്കാർ ഇതിലൊക്കെ പെട്ടുപോകുന്നത് അവർക്കുള്ള ന്യായം ഇതായിരിക്കും, ഞാൻ ഹറാമായ ഒന്നും ചെയ്യുന്നില്ല, ഇസ്ലാമികമായ പ്രേമം, അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന വിഡ്ഢികളുമുണ്ട്. അവർ പറയുന്നത് എന്താണ്? അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു പക്ഷേ ഒരു പ്രാവശ്യം വ്യഭിചരിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെ തുടർന്ന് ഈ ഹറാമായ ബന്ധം നിലനിർത്തുന്നതിനേക്കാൾ നല്ലത്. കാരണം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഹുബ്ബ് അത് അള്ളാഹുവിനെ അർപ്പിച്ചു കളയും. അള്ളാഹുവിന്റെ ഹുബ്ബിനേക്കാളും ചിലപ്പോൾ മുകളിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചാൽ അത് ശിർക്കാണ്. അപ്പൊ ആ ശിർക്ക് ചെയ്യുന്നവൻ ഒരു പക്ഷേ വല്ലപ്പോഴും വ്യഭിചരിച്ചിട്ടുള്ള ഒരു വ്യഭിചാരിയേക്കാളും വലിയ കുറ്റമായിരിക്കും. ആ വ്യഭിചാരിക്ക് ചിലപ്പോൾ വലിയ ഹുബ്ബൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും വേശ്യയുമായിട്ട് വ്യഭിചരിച്ചിട്ടുള്ള അയാൾക്ക് ആ പെണ്ണോട് വലിയ ഹുബ്ബൊന്നും ഉണ്ടാവില്ല. അത് വലിയ പാപമാണ്, എറിഞ്ഞു കൊല്ലേണ്ട പാപമാണ്. പക്ഷെ അതിലും വലിയ പാപമായിരിക്കും ചിലപ്പോ ഈ ഇസ്ലാമികം എന്ന് പറഞ്ഞിട്ടുള്ള പ്രേമത്തിനും അങ്ങനെയുള്ള കഥ പഠിപ്പിക്കുന്ന സിനിമകളും സീരിയലുകളൊക്കെ പ്രചരിപ്പിക്കുന്ന മുസ്ലിം പേരുള്ള
ആളുകൾക്കും ഒക്കെ ഒരു പക്ഷെ ഉണ്ടാവുക. അള്ളാഹു നമ്മെ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഈ അള്ളാഹുവിനുള്ള ഹുബ്ബ് എന്നുള്ളത് തൗഹീദിന്റെ അടിത്തറയാണ്. അത് വലിയ അളവിലുണ്ടാകണം. നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, മുശ്രിക്കുകൾ ഓരോരുത്തരും അവരവരുടെ ഇലാഹുകൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണ്. അവരെ ആരാധിക്കുന്ന ജീവി, ആ ജീവിയെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കാൻ അവർ നടക്കുന്നുണ്ട്, അതിനുവേണ്ടി ജീവൻ കളയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് നമുക്ക് എത്ര ഹുബ്ബ് ഉണ്ടാവണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്, അവസാനമായി കൊടുത്തിട്ടുള്ള ഹദീസ് എന്താണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളെയും നിഷേധിക്കുകയും ചെയ്തത്, അങ്ങനെ ചെയ്താൽ ഹറുമ മാലുഹു വദമുഹു, അവന്റെ രക്തവും അവന്റെ സമ്പത്തും ഹറാമായി, പിന്നെ അവനെ തൊടാൻ പാടില്ല. വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അവനെ പിന്നെ ചകഞ്ഞന്വേഷിക്കേണ്ടതില്ല, കാരണം അവന്റെ ഹിസാബ് അള്ളാഹുവാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, ഒരാൾ തൗഹീദ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ആക്രമിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷർഹിൽ അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ള ഷാരിഹായ ഷെയ്ഖ് അബ്ദുല്ലാ അൽ ഖുസൈർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് ഒരു കാര്യം ഒഴിവാണ്. അഥവാ തൗഹീദുള്ള ഒരാളെ പിന്നെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അത് നിരുപാധികം ഉള്ള നിയമമല്ല. അതിൽ ഒരു വിശദീകരണമുണ്ട്. അതെന്താണ്? ഫർളായ ഒരു കാര്യം, മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഫർളുകൾ, 5 നേരത്തെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെയുള്ള ഒരു ഫർള് ഒരാൾ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു ഹറാം, ഉദാഹരണത്തിന് കൊലപാതകം, മോഷണം, മദ്യപാനം, ചൂതാട്ടം, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള മഹ്റമായ സ്ത്രീകളുമായി വിവാഹം, ഇങ്ങനെയുള്ള അറിയപ്പെട്ട ഹറാമുകൾ ഇതാരെങ്കിലും ചെയ്താൽ, അറിയപ്പെട്ട ഫർളുകൾ ഒഴിവാക്കുകയോ അറിയപ്പെട്ട ഹറാമോ ഒരാൾ ചെയ്യുകയോ ചെയ്താൽ, അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉറച്ചു നിന്നാൽ, ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ഞങ്ങൾ നമസ്കരിക്കുകയില്ല, സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചതിൽ ഉറച്ചു നിന്നാൽ, അവർക്കെതിരെ യുദ്ധം ചെയ്യാം. മുസ്ലിമായ ഭരണാധികാരി ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ആ കാര്യം ചെയ്യിപ്പിക്കാം എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഇങ്ങനെ അറിയപ്പെട്ട ഒരു ഇസ്ലാം കാര്യം നിഷേധിച്ച്, അല്ലെങ്കിൽ ദീനിലെ അറിയപ്പെട്ട ഒരു കൽപ്പന ഒരാൾ നിഷേധിച്ച്, തനിക്കെതിരെ വാളെടുത്ത് വന്നാലും ശരി ഞാൻ ഈ വാദം ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നാൽ അത് കുഫറാണ്. അത് ആ ഹറാമ് വെറുതെ ചെയ്യുന്ന പോലെയല്ല. ഒരാൾ കള്ളു കുടിക്കുന്നു, അവൻ അതോടുകൂടി കാഫിറാകുന്നില്ല. നേരെ മറിച്ച് കള്ള് ഞാൻ കുടിക്കും, ഇസ്ലാമിൽ ഹറാമായിക്കൊള്ളട്ടെ, പക്ഷെ കള്ള് ഞാൻ കുടിക്കും എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മുസ്ലിം രാജ്യത്ത്. ഭരണാധികാരി ഞങ്ങൾക്കത് യുദ്ധം ചെയ്താലും ശരി ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്നവൻ പറഞ്ഞാൽ പിന്നെ അത് കുഫറാണ്. കാരണം ആ ഹറാമിനെ അവൻ അത്രയും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഫറാകും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ ഹദീസിനെതിരല്ല. കാരണം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും ബാക്കിയുള്ള എല്ലാത്തിനും അവിശ്വസിക്കുകയും ബാക്കിയുള്ള എല്ലാ ആരാധ്യ വസ്തുക്കളിലും അവിശ്വസിക്കുകയും ചെയ്താൽ അവന്റെ രക്തവും സമ്പത്തും ഹറാമായി എന്നാണ് ഹദീസിൽ പറഞ്ഞത്. അപ്പൊ കുഫറാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം ഹറാമുകളിൽ ഉറച്ചു നിൽക്കുക. യുദ്ധം ചെയ്തിട്ടായാലും ശരി വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഷിർക്കിന്റെ ആ വകുപ്പിൽ തന്നെയാണ് പെടുക, കുഫറിൽ തന്നെയാണ് പെടുക. അതുപോലെ തന്നെ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞ് അതിന്റെ അർത്ഥം അവൻ വിശ്വസിക്കുന്നില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല, പിന്നെയും അവൻ തോന്നിയതുപോലെ നടക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അതിന് മുമ്പ് ഏത് ദീനിലായിരുന്നോ അത് തന്നെ തുടരുന്നു, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അങ്ങനെ ഒരാളുമായി ഏറ്റുമുട്ടാം എന്നത് അവന് മുസ്ലിം എന്ന പരിഗണനയും സംരക്ഷണവും കിട്ടുകയില്ല എന്നതിൽ ഇജ്മാ ഉണ്ട്. ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഈ ഇജ്മാന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം എന്താണ്? ഹദീസിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ബാക്കിയുള്ള ആരാധ്യ വസ്തുക്കളിലൊക്കെ അവിശ്വസിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുകയും ചെയ്താൽ പിന്നെ അവൻ സുരക്ഷിതനാണ് എന്നാണ് ഹദീസിന്റെ അർത്ഥം. അപ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സറിഞ്ഞിട്ടുള്ള വാക്കാണ്. അതുപോലെ തന്നെ ഈ കലിമയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളും വേണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. ആ ഓർമ്മപ്പെടുത്താൻ എന്താണ് തെളിവ്? അങ്ങനെ ഒരു ആയത്ത് പറയണ്ടോ, ഹദീസ് പറയണ്ടോ? ആയത്തും ഹദീസും ഒന്നുമല്ല, ഇജ്മാ ഉണ്ട്. ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്, ആയത്തുകളും ഹദീസുകളും ഉണ്ട്, അതുപോലെ തന്നെ ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ. ഇത്രയുമാണ് ഈ ബാബിലുള്ള ആശയങ്ങൾ. ഇവിടെ പറയുന്നത് എന്താണ്? തഫ്സീർ തൗഹീദ്, തൗഹീദിന്റെ തഫ്സീർ എന്താണ് തൗഹീദ് എന്നുള്ള വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഒന്നാമത് പറഞ്ഞ സംഗതി തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കലല്ല. അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ സ്വാലിഹ്യങ്ങളായ ആളുകളോട് ഞാൻ ചോദിക്കും,
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളോട് ചോദിക്കുകയില്ല എന്നുള്ള നിലപാട് തൗഹീദ് അല്ല. കാരണം മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ആളുകൾ പോലും ഔലിയാക്കളായിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന മഹാന്മാരായിരുന്നു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ തൗഹീദ് പൂർത്തിയാകാൻ നിർബന്ധമായും എന്ത് വേണം? അൽ കുഫ്ർ ബിത് തവാഗീത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളിൽ അവിശ്വസിക്കണം, അവരുമായി എനിക്ക് ബന്ധമില്ല എന്നുള്ള നിലപാട് വേണം. അതുപോലെ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കാനും ഹലാലാക്കിയത് ഹറാമാക്കാനും ഒരു മനുഷ്യനും അധികാരമില്ല. ഒരു മനുഷ്യനുമെന്നല്ല, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കൂടി അവര് ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടാലും അതിന് വിലയില്ല, അതിൽ അവിശ്വസിക്കണം, അങ്ങനെയുള്ള വ്യവസ്ഥകളിൽ അവിശ്വസിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ പോലെ മറ്റൊരാളെയും സ്നേഹിക്കാൻ പാടില്ല. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറയുന്ന ആശയം. അതാണ് ഈ ബാബിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 6 ബാബ് നമ്മൾ വായിച്ചു. ഇനി വരാനുള്ള 61 അധ്യായങ്ങൾ, കിതാബ് തൗഹീദ് 67 ബാബുകളാണുള്ളത്. ഇനിയുള്ള 61 ബാബും ഇതിന്റെ വിശദീകരണമാണ്. ഈ തൗഹീദിന്റെ വിവിധ ഇനങ്ങൾ, ഈ പറഞ്ഞ താരീഫ്, തൗഹീദിന്റെ വിശദീകരണം, തൗഹീദിന്റെ തഫ്സീർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു വിശദാംശങ്ങളാണ് ഇനി വരാനുള്ള എല്ലാ ബാബുകളും. അവ നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ വായിക്കാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.